ഇവിടത്തെ വിജയവും ഇവിടത്തെ സന്തോഷവും ഇവിടത്തെ മോഹവും കുറിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മുടെ വിഷയത്തിന്റെ കവാടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വൽതുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു പറയുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്ത് അല്ലാഹു പടച്ച റബ്ബുനാ സൃഷ്ടിച്ച മനുഷ്യ മക്കൾക്ക് കാറ്റലോകായ അല്ലാഹു പടച്ച അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. നീ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനാ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനാ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനാ ഉറങ്ങേണ്ടത്, എങ്ങനാ കളിക്കേണ്ടത്, എങ്ങനാ ചിരിക്കേണ്ടത്, എങ്ങനാ യാത്ര ചെയ്യേണ്ടത്, എങ്ങനാ പണം സമ്പാദിക്കേണ്ടത്, ചിലവഴിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രകാശമുള്ള മനോഹരമായ വചനങ്ങൾ എന്റെ പ്രിയമുള്ളവരോ നിങ്ങളോട് പറയുകയോ. നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നൊരു ദുനിയാവിനെയാണ്, എപ്പോഴും തിരഞ്ഞെടുക്കുന്നൊരു ദുനിയാവിനെയാണ്. ഒരുപാട് ആളുകളെ പരാജയപ്പെടുത്തിയ ദുനിയാവാ, ഒരുപാട് ആളുകളെ കരയിപ്പിച്ചു പോയ ദുനിയാവാ, ഒരുപാട് ആളുകളെ സങ്കടപ്പെടുത്തി പോയ ദുനിയാവാ. ദുനിയാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പക്ഷേ ശാശ്വതമായ വിജയവും നിത്യമായുള്ളതും ആഖിറമാണെന്ന് ഖുർആൻ പറയുമ്പോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നത്. നീതിമാനായ പടച്ചറമ്പുരാന്റെ മുന്നിൽ വിറങ്ങലിച്ച കരങ്ങളുമായി വിറയ്ക്കുന്ന പാദങ്ങളുമായി അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകണം. അവിടെ നന്മതിന്മകൾ അവിടെ പരിശോധിച്ചു നോക്കും. അവിടെ ഈ ഭൗതിക ലോകത്ത് നീ ചെയ്തു പോയ എല്ലാ നന്മകളും ത്രാസിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരികയോ, എല്ലാ തിന്മകളും ത്രാസിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരികയോ. എന്നിട്ട് അവിടെ അല്ലാഹു പടച്ച റബ്ബുനാ പരിശോധിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ. കിതാബ് കയ്യിൽ തരുന്ന വലത്തിലാണോ ഇടത്ത് കൈയിലാണോ പരാജയമാണ്, ഇടത്തിലാണ് തരുന്നതെങ്കിൽ പരാജയത്തിന്റെ പടുങ്കുടിയിലാണ്, വലത്തെ കയ്യിലാണ്. 15 വയസ്സായത് മുതൽ മരണപ്പെടുന്നത് വരെ പലരുണ്ട്. പുണ്ണിയൂർ കുളത്തിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് പിങ്ങള് നിന്റെ വലത്തെ കയ്യിലാണ് തരുന്നതെങ്കിൽ വിജയത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ അൽഹംദുലില്ലാഹ് പറന്നുയർന്നു പോകാനുള്ള അവസരം നിനക്ക് അല്ലാഹു തരുന്നതാ. പക്ഷേ ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ, ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ, ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ. തൊലിവെളുത്ത ഒരു പെൺകുട്ടിയെ കാണുമ്പോ ചെറുപ്പക്കാരൻ തന്റെ ഇബാദത്ത് മറക്കുമ്പോ, മസിൽ പവറുള്ള ആൺകുട്ടിയെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പരമാധികാരിയായ പടച്ചതമ്പുരാനോടുള്ള പൊരുത്തത്തെ മറക്കുമ്പോ, അടുപ്പത്തെ മറക്കുമ്പോ, അതിർപ്പത്തെ മറക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ശാശ്വതമായ വിജയമെന്ന് പറയുന്നൊരു നാള് പരലോകത്തെ വിജയമാണ്. ഇന്ന് മരണപ്പെട്ടു പോയ, ഇന്ന് ഈ രാത്രിയിൽ റൂഹ് വിരിഞ്ഞു പോയോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാണ്. ഒറ്റപ്പെട്ട് കബറിന്റെ നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, തോളത്ത് കൈയിട്ട് കൊണ്ടുവരുന്ന കൂട്ടുകാരില്ല, എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് വല്ലാഹിറത്തു ഖൈറുൻ വഅബ്ഖാ. ശാശ്വതമായ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഭൗതിക ലോകത്തെ മാറ്റിവെച്ചവര് പൂങ്കാവനമാണ്, പൂന്തോട്ടമാണ്, സൗഭാഗ്യമാണ്, സ്വർണ്ണലോകമാണ്. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ആരുടെ മണ്ണിനെ വിശാലമാക്കി സ്വർഗത്തിന്റെ പൂന്തോട്ടം പടഞ്ഞിട്ട് ആ സ്വർഗത്തിന്റെ റാണിയെ പോലെ ആ കബറിന്റെ അകത്ത് നിന്ന് കിടത്താ അല്ലാഹു മലക്കുകളോട് പറഞ്ഞിടുമ്പോ അദ്ദുനിയാ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്ന് പറയുന്ന ആഖിറത്തിന്റെ കൃഷിയിടമാണ്. ഇവിടെയൊന്ന് ചെയ്യുന്നുവോ, ഇവിടെയൊന്ന് ചെയ്യുന്നുവോ, ഒരു സുരക്ഷയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, അമലുകളാകട്ടെ, ഇബാദത്താകട്ടെ, ഒരു നല്ല വാക്ക് പറയലാകട്ടെ, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലാകട്ടെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അത് മുഴുവനും നാളെ നീതിമാനായ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നാളെയുടെ വിജയത്തിന് കാരണമായി ലഭിക്കുമ്പോ മഹാനായ അംർ ഇബ്നു ജുമൂഹ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കിടന്നുകൊണ്ട് മുത്ത് റസൂലിനെ എടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, യാ ഹബീബല്ലാഹ്, എനിക്ക് കാലിന് മുടന്താണ് നബിയെ, വൈകല്യമാണ് നബിയെ, പാതിരാ സമയത്ത് ഒരുപാട് നേരം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ തളർന്നു പോകുന്ന നബിയെ, ഞാൻ തകർന്നു പോകുന്ന നബിയെ, എന്നെ കൊണ്ട് കഴിയൂല റസൂലേ, കഴിയൂല റസൂലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത്
അങ്ങയോടൊപ്പമുള്ള പ്രിയപ്പെട്ട സഹാബികളൊക്കെ ഉന്നതമായ വിജയം നാളെ പരലോകത്ത് വരിക്കുമ്പോ അവരോടൊപ്പം എനിക്കും നിൽക്കണം നബിയേ, അവരോടൊപ്പം എനിക്കും നിൽക്കണം നബിയേ. അതിനെന്റെ കാറിൽ തടസ്സമാകാൻ പാടില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഒരൽപ്പം രസം നുകരാൻ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ പരലോകത്തെ പിറക്കാതെ കൊണ്ട് വലിച്ചെറിയുന്ന ഈ നൈമിഷിക ലോകത്തെ ദുനിയാവിന്റെ ഭ്രാന്ത് പിടിച്ചവരായി എന്റെ പ്രിയപ്പെട്ടവര് മാറാൻ പാടില്ലോ. അല്ലാഹുവിന്റെ റസൂല് അംറുബ്നു ജുമൂഹ് പറയുകയാണ്, എന്റെ കാര്യം ഉടമ്പുള്ളതാരബിയെ, എനിക്കൊരുപാട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നാളെ പരലോകത്ത് ഇവർക്കൊക്കെ കൊടുക്കുന്ന വിജയം അതുപോലെ കുറയാതെ എനിക്ക് ലഭിക്കാം. എനിക്ക് യുദ്ധത്തിന് അനുവാദം തരണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, നിങ്ങളാവരെ യുദ്ധത്തിനിറങ്ങാൻ അല്ലാഹു നിർദ്ദേശിച്ചിട്ടില്ല. നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ചെറുപ്പക്കാരല്ലോ, അവരിറങ്ങട്ടെ. അംറ്, നീ വീട്ടിനകത്തിരുന്ന് ദിക്റും ദുആയുമായി കഴിഞ്ഞു കൊടുക്കൂ. അംറുബ്നു ജുമൂഹ് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയില് ഓരോ സഹാബികൾ അവർക്ക് അല്ലാഹു കൊടുത്തത് മുഴുവനും പരസ്പരം തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ആരോഗ്യമുള്ള കൈകാലുകൾ കൊടുത്ത പ്രിയപ്പെട്ട സഹാബത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് മുടന്തനാറ് ഞാനും എന്റെ കാല് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് തലകുതിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംറുബ്നു ജുമൂഹ് റളിയല്ലാഹു തആല യുദ്ധത്തിന്റെ രണാകുലത്തിൽ ഇറങ്ങിയിട്ട് ഷഹീദായി സുഹറായിന്റെ പച്ചക്കോട്ടണെന്നുകൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതത്തിലേക്ക് പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പരൂരി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും വിജയിക്കണ്ടേ എവിടെ